നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് മിഥുനം 1. തെക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഓച്ചിറക്കളി ഇന്ന് ആരംഭിക്കുന്നു. എല്ലാ വർഷവും മിഥുനം 1, 2 തീയതികളിലാണ് ഓച്ചിറക്കളി നടക്കുക. കായംകുളം രാജാവും വേണാട്ട രാജാവും തമ്മിൽ നിരവധി തവണ യുദ്ധം ചെയ്ത സ്ഥലമാണ് ഓച്ചിറ പടനിലം. ആ സ്മരണയുമായാണ് എല്ലാ വർഷവും ഓച്ചിറക്കളി ആഘോഷമായി നടത്തപ്പെടുന്നത്. ഈ സായം സന്ധ്യയിൽ ഭക്തിസാന്ദ്രമായ ഒരു സന്ധ്യാനാമം കേൾക്കാം. നമഃ പാർവതീ പതേ ഹര ഹര മഹാദേവ. ശ്രീശങ്കരനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി. ചുറ്റുവിളക്കുണ്ട്, മീനാക്ഷിക്കാവുണ്ട്, കൽച്ചിറയുണ്ടിവിടെ. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര, നിത്യവും നിന്റെ നാമം. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര, നിത്യവും നിന്റെ നാമം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. മുടന്തനും കുരുടനും ഊമയും വിവിധ ദുഃഖിതരായവരും നൊന്തു വിളിക്കുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ കൈ തൊഴുന്നേ. നൊന്തു വിളിക്കുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ കൈ തൊഴുന്നേ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അരൂപിയാകിലും ശങ്കരലീലകൾ ഭക്തർക്കുള്ളിൽ കണ്ടിടാ. വെള്ളിക്കുന്നും ചുടലക്കാടും വിലാസ നർത്തന രംഗങ്ങൾ. ഉടുക്കിലുണരും ഓംകാരത്തിൽ ചോടുകൾ ചടുലമയിളകുന്നു. സംഹാര താണ്ഡവമാടുന്ന നേരത്തും ശൃംഗാര കേളികളാടുന്നു.
കാമനെ ചുട്ടൂരു കണ്ണിൽ കനലല്ല, കാമമാണിപ്പോൾ ജ്വലിപ്പതെങ്ങോ. കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ. കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ. ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ. അമ്പലമില്ലാതെ ആർത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ഏതൊരു ശുഭകാര്യത്തിനും മുന്നോടിയായി നടത്തപ്പെടുന്ന ഹോമമാണ് ഗണപതി ഹോമം. ക്ഷേത്രങ്ങളിൽ, വീടുകളിൽ, സ്ഥാപനങ്ങളിൽ എല്ലാം ഈ പൂജ നടത്തപ്പെടുന്നു. ഗണപതി ഹോമത്തിന്റെ പ്രാധാന്യവും ശക്തിയുമാണ് ഇന്നത്തെ കഥയമമ്മ വിഷയമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളെപ്പോഴും പല സന്ദർഭങ്ങളിലും വിശേഷമായിട്ടുള്ള അവസരങ്ങൾ വരുന്ന സമയത്ത് ഒരു ആചാരനെ കൊണ്ട് വീട്ടിൽ കഴിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഗണപതി ഹോമം. ഈ ഗണപതി ഹോമത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം, നമ്മൾ സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഏതൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും അത് ഗോപ്യമായ രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു ആരാധന അല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതിന് പുറകിലുള്ള തത്വം, അതെന്തിനാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം എന്നാണ്. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ വഴിയെ തന്നെ സഞ്ചരിക്കണം എന്ന് നമ്മുടെ പൂർവികരോ ഭാരതത്തിൻ്റെ ഋഷിയോ നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്തൊരു കാര്യവും മനസ്സിലാക്കി ചെയ്യാനാണ് നമ്മുടെ പൂർവികർ നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഗൃഹപ്രവേശ സമയത്തോ ഒരു വിവാഹത്തിന് തടസ്സങ്ങൾ നീങ്ങാനൊക്കെ ഗണപതി ഹോമം ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ ഗണപതി ഹോമം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് പൂർണ്ണതോതിൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതെന്നാണ്. അപ്പം അതുകൊണ്ട് ഈ ലഘുവായ സമയത്ത് നമുക്ക് എന്താണ് ഗണപതി ഹോമം എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് സാക്ഷാൽ മഹാഗണപതിയെ പ്രസാദിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. ഗണപതി ഭഗവാനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം പ്രണവസ്വരൂപനാണ്, അദ്ദേഹമാണ് പ്രഥമ പൂജ്യൻ. ഏതൊരു കാര്യത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോഴും ആദ്യം പൂജിക്കേണ്ടത് ആ ഭഗവാനെയാണെന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ അമ്മ സാക്ഷാൽ പരാശക്തി ആ ഭഗവാന് കൊടുത്തിട്ടുള്ള ഒരു വരാണ്. അദ്ദേഹത്തിൻ്റെ ആ ശിരസ് നഷ്ടപ്പെട്ട സമയത്ത് ഭഗവതിയാണ് സർവ്വദേവന്മാരോടും പറയുന്നത്, ഇനി ഏതെങ്കിലും ഒരു കർമ്മം ഈ പ്രപഞ്ചത്തിൽ നടക്കുകയാണെങ്കിൽ അതിലാദ്യം എൻ്റെ കുട്ടിക്കുള്ള പൂജ നടത്തിയതിന് ശേഷം മാത്രമേ അത് തുടങ്ങാൻ പാടുള്ളൂ എന്ന്. അപ്പം തൊട്ട് ഭഗവാൻ ജ്യേഷ്ഠരാജനാണ്, പ്രഥമ പൂജ്യനാണ്. നമ്മൾ പുറപ്പെടാൻ പോകുന്ന പ്രവർത്തനം ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് വിജയകരമായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ മഹാഗണപതിയുടെ സാന്നിധ്യം ഇല്ലാണ്ട്, അനുഗ്രഹം ഇല്ലാതെ നമുക്ക് സാധിക്കില്ല. അദ്ദേഹത്തെ പ്രസാദിപ്പിക്കാൻ ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കർമ്മമാണ് ഗണപതി ഹോമം. ഈ ഗണപതി ഹോമം തന്നെ പല തരത്തിൽ ചെയ്യാറുണ്ട്. അതിലേറ്റവും വിശേഷപ്പെട്ട ഗണപതി ഹോമത്തിൻ്റെ ഒരു വിഭാഗമാണ് അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്ന് വിളിക്കപ്പെടുന്നത്. 8 ദ്രവ്യങ്ങൾ കൊണ്ട് ഹോമിക്കുന്ന രീതിയാണത്. ഭഗവാനെ ആരാധിക്കുന്ന സമയത്ത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ദ്രവ്യങ്ങളിൽ ഒന്നാണ് തേങ്ങ അല്ലെങ്കിൽ കൊട്ടത്തേങ്ങ. സൂര്യകാലടി മനയിലുള്ള നമ്പൂതിരിക്ക് ഭഗവാന്റെ പ്രത്യക്ഷത്തിലുള്ള സാന്നിധ്യം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഇല്ലം വരെ ഒരു കൊച്ചു ആനക്കുട്ടിയുടെ രൂപത്തിൽ വന്ന ഗണപതി ഭഗവാന് ചുട്ട തേങ്ങ മാത്രം നിവേദിച്ചിട്ടാണ് എന്നാണ് കഥയിൽ പറയുന്നത്, ഐതിഹ്യമാലയിൽ. അപ്പം അത്രയധികം ഭഗവാന് താല്പര്യമാണ് നാളികേരം. ഈ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൽ തന്നെ നാളികേരത്തിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് അതിനെ മഹാഗണപതി ഹോമ സങ്കല്പത്തിൽ ചെയ്യാറുണ്ട്. ഏറ്റവും ചുരുങ്ങിയതൊരു 8 നാളികേരം, അല്ലെങ്കിൽ 18 നാളികേരം, 108 നാളികേരം, 1008 നാളികേരം, അങ്ങനെ മുകളിലേക്ക് ക്രമപ്പെടുത്തി എത്രത്തോളം നാളികേരം ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം നാളികേരത്തെ ഹോമിച്ചുകൊണ്ട് അതിനോടൊപ്പം തന്നെ വിശേഷപ്പെട്ട ദ്രവ്യങ്ങളൊക്കെ ഹോമിക്കാറുണ്ട്. ഇപ്പം മുക്കുറ്റി പോലുള്ള ഔഷധ ചെടികൾ, അതുപോലെ തന്നെ ആൽമരത്തിൻ്റെ പോലുള്ള വേരുകൾ,
പ്ലാവിൻ്റെ തടി, ഇതൊക്കെയാണ് ഈ ഒരു ഹോമത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത് ശാസ്ത്രീയമായി പോലും വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു എനർജി അത് ചെയ്യുന്ന സ്ഥലത്ത് നിലനിർത്താൻ സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗൃഹപ്രവേശത്തിന് മുമ്പായിട്ട് നമ്മൾ ആ വീട്ടിൽ ഗണപതി ഹോമം ചെയ്യുമ്പോൾ ഒന്ന് ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുന്ന ദിവസം തൊട്ട് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുഴുവൻ ആ വീടുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിഘ്നങ്ങളോ തടസ്സങ്ങളോ ഇല്ലാതെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു സുഖകരമായിട്ടുള്ള ജീവിതം ഉണ്ടാവാൻ നമ്മളെ സഹായിക്കുന്നതാണ്. 2, ഈ ഗണപതി ഹോമം നടത്തുന്നത് കേവലം തടസ്സങ്ങൾ മാത്രം നീങ്ങാനാണ് എന്നുള്ള ധാരണയും പാടില്ല. ഭഗവാൻ ആത്യന്തികമായിട്ട് മംഗല്യപ്രദായകനാണ്. എല്ലാ കാര്യങ്ങളും ശുഭമാക്കി തീർക്കുക എന്നാണ് ഗണപതി ഭഗവാന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സുഖകരമായിട്ടുള്ളൊരു ജീവിതം എന്ന് വിളിക്കപ്പെടുന്നൊരു ശൈലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും മഹാഗണപതിയെ പ്രസാദിപ്പിക്കാതെ സാധിക്കില്ല എന്നാണ്. പലതരത്തിലുള്ള ഗണപതി ഹോമത്തിൻ്റെ ഹോമ വിധികളുണ്ട്. തെച്ചിപ്പൂവ് ഈ നെയ്യിൽ മുക്കി ഹോമിക്കുന്ന രീതിയുണ്ട്, താമരപ്പൂവ് നെയ്യിൽ മുക്കി ഹോമിക്കുന്ന രീതിയുണ്ട്. ഇതിനോരോന്നിനും ഓരോ ഫലമാണ് പറയാനുള്ളത്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്. ഇനി ഇതിൻ്റെ സൂക്ഷ്മാംശം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കൂ, യഥാർത്ഥത്തിൽ ഗണപതി എന്ന് പറയുന്ന ചൈതന്യം നമ്മളുടെ മൂലാധാര ചക്രത്തിൻ്റെ ആധിപത്യമുള്ള ദേവതയാണ്. ആ മൂലാധാര ചക്രത്തിലാണ് 3.5 ചുറ്റായിട്ടുള്ള നമ്മളുടെ ഉള്ളിലൊക്കെയുള്ള ഒരു എനർജി എന്ന് നമ്മൾ പറയുന്ന ആ കുണ്ഡലിനി വിരാജിക്കുന്നത്. അതിൻ്റെ കാവൽ സ്ഥാനമാണ് ഗണപതിക്കുള്ളത്. ആ കുണ്ഡലിനി ശക്തി മുകളിലേക്ക് ഉയർന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മോക്ഷം സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ആ ശക്തി മുകളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആധിപത്യമുള്ള ആളെ പ്രസാദിപ്പിക്കണം. അതാണ് ഗണപതി. അതുകൊണ്ടാണ് ആദ്യം ഗണപതിക്ക് പൂജ കൊടുക്കുന്നത്. ഇതിന് വളരെ താന്ത്രികമായിട്ടും യോഗമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വലിയ അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കാരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മഹാഗണപതിയുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്ന് മാത്രമെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. സാധിക്കുന്നത്ര നമ്മുടെ ജന്മനക്ഷത്ര നാളുകളിലൊക്കെ ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഒപ്പം തന്നെ ഗൃഹപ്രവേശം അതുപോലെ എന്ത് ശുഭകാര്യമാണെങ്കിലും അത് ശുഭകരമായിട്ട് ഭവിക്കാനും വിഘ്നങ്ങളില്ലാതിരിക്കാനും ഗണപതി ഭഗവാനെ മഹാഗണപതി ഹോമം കൊണ്ട് പ്രീതിപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. അമ്പലങ്ങൾ ആത്മീയ കേന്ദ്രങ്ങളാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കണം. വ്യവസായ താല്പര്യങ്ങളോടെയുള്ള പ്രചാരങ്ങൾ ക്ഷേത്രം എന്ന സങ്കല്പത്തെ തന്നെ നശിപ്പിച്ചു കളയും. ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളായി തന്നെ നിലനിൽക്കട്ടെ. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. തിരുവൈക്കം വാഴുന്ന വൃഷഭവാഹന തൃക്കാൽക്കൽ വയ്ക്കാം മമ ജന്മം. ആപദ്ബാധയും പ്രതിദോഷവും അടിയനിൽ നിന്നുമകലേണം. ശിവപഞ്ചാക്ഷരി മന്ത്രം മേൽക്കുമേൽ ജപമായെന്നാവിൽ പുലരേണം. കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന ചരിത്ര പ്രധാനമായ സ്ഥലം. കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ സുവർണലിപികളാൽ എഴുതപ്പെട്ട പേരാണിത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ജാതിയുടെ പേരിലുള്ള അയിത്തത്തിനും അറുതി വരുത്തുന്നതിന്റെ ഭാഗമായി നടന്ന പ്രക്ഷോഭങ്ങളിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഇവിടം. അവിടുത്തെ അന്നം ഔഷധം പോലെ അടിയനുണ്ണുവാൻ കനിയേണം. കോട്ടയം ജില്ലയിലെ 3 പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളാണ് ഏറ്റുമാനൂർ, വൈക്കം, കടുത്തുരുത്തി എന്നിവ. വൈക്കം എന്ന സ്ഥലത്തിന്റെ പേരിനെക്കുറിച്ച് പുരാണ സംബന്ധിയായ ഒരു കഥയുണ്ട്. ബ്രഹ്മാവിനെ ശിരസ് നുള്ളിയെറിഞ്ഞ ശിവൻ ബ്രഹ്മഹത്യയ്ക്ക് പരിഹാരം കാണാനായി ബ്രഹ്മദേവന്റെ തലയോട്ടിയും കയ്യിലേന്തി ഭിക്ഷയാചിച്ചു നടന്നു എന്നും അനേക സംവത്സരങ്ങൾക്ക് ശേഷം തലയോട്ടി നിലത്ത് വയ്ക്കാം എന്ന് തീരുമാനിച്ച സ്ഥലമാണ് വൈക്കം എന്നുമാണ് വിശ്വാസം. ശംഭോ ശംഭോ തിരുവൈക്കം വാഴും ശിവശംഭോ.
ക്ഷേത്രത്തിനെക്കുറിച്ചും ഇതുപോലെ ഒരു കഥ വിശ്വാസികൾക്കിടയിൽ പ്രചാരത്തിലുണ്ട്. പണ്ട് ഖരൻ എന്ന ഒരു അസുരൻ ചിദംബരത്ത് പോയി ശിവനെ തപസ് ചെയ്തു. അവന്റെ കഠിന തപസ്സിൽ സംപ്രീതനായ ശിവൻ പ്രത്യക്ഷനായി. അവന് 3 ശിവലിംഗങ്ങൾ സമ്മാനിച്ചു. ആകാശമാർഗേണ സഞ്ചരിച്ച ഖരൻ വൈക്കത്തെത്തി വിശ്രമിച്ചു. വലം കൈയാൽ ഒരു ശിവലിംഗം വൈക്കത്തും ഇടം കൈയാലൊന്ന് ഏറ്റുമാനൂരും, അതേസമയം ഒരു ശിവലിംഗം വായ കൊണ്ട് കടിച്ചെടുത്ത് കടുത്തുരുത്തിയിലും പ്രതിഷ്ഠിച്ചു. സർവസുഗന്ധസുലേപിതലിംഗം ബുദ്ധിവിവർദ്ധനകാരണലിംഗം സിദ്ധസുരാസുരവന്ദിതലിംഗം തത്പ്രണമാമി സദാശിവലിംഗം. വിശ്രമം കഴിഞ്ഞ് പുറപ്പെടാൻ നേരം ശിവലിംഗം എടുക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞില്ല. ഞാൻ ഇവിടെ കുടികൊള്ളും എന്ന മഹാദേവന്റെ അശരീരി കേട്ടതോടെ പൂജാ ചുമതലകൾ വ്യാഘ്രപാദ മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു. അവിടെ പൂജകളും ജപവുമായി വ്യാഘ്രപാദർ കഴിഞ്ഞുകൂടി. ഒരു വൃശ്ചിക മാസത്തിലെ അഷ്ടമി ദിവസം ശിവൻ പാർവതീ സമേതനായി അവിടെ പ്രത്യക്ഷനായി വ്യാഘ്രപാദരെ അനുഗ്രഹിച്ചു. ഇതറിഞ്ഞ പരശുരാമൻ അവിടെ എത്തുകയും ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. തിരുവൈക്കം വാണരുളും ശിവശംഭോ അങ്ങി തിരുമിഴിയിൽ ത്രിസന്ധ്യകൾ കൂടണയുന്നു. ശിവരാത്രി, തിരുവാതിര മുതലായ നിരവധി ആഘോഷ ദിനങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാണാമെങ്കിലും ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ട ദിവസമായതിനാൽ വൃശ്ചിക മാസത്തിലെ അഷ്ടമി ദിവസമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവ ദിവസമായി ആഘോഷിക്കപ്പെടുന്നത്. അണിജടയിൽ അമ്പിളിക്കലയിൽ നിന്നുലകിൻ്റെ അഴൽ തീർക്കും പൂനിലാവിൻ പാലൊഴുകുന്നു. വൈക്കം പട്ടണത്തിന്റെ ഒത്ത നടുക്കാണ് കിഴക്കോട്ട് ദർശനമായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 8 ഏക്കറിലധികം വിസ്തീർണമുള്ള വിശാലമായ മതിലകം പൂഴിമണ്ണാൽ വിധാനിച്ചിരിക്കുന്നു. ഒരു കോട്ട പോലെ ശോഭിക്കുന്ന ഗജപൃഷ്ഠാകാരമായ മതിലിന്റെ 4 ഭാഗത്തും ഗോപുരങ്ങൾ കാണാം. കിഴക്കേ ഗോപുരം കടന്നെത്തിയാൽ ആനക്കൊട്ടിൽ വ്യാഘ്രപാദർ തപസ് അനുഷ്ഠിച്ചതും ശിവൻ ദർശനം നൽകിയതുമായി വിശ്വസിക്കപ്പെടുന്ന ഒരാൽത്തറ ഇവിടെ കാണാം. അതിനപ്പുറം കൊത്തുപണികളോടുകൂടിയ കരിങ്കൽ തൂണുകളുള്ള മണ്ഡപം. ക്ഷേത്രത്തിൽ വിവാഹം, ചോറൂണ്, ഉത്സവമേളം എന്നിവയെല്ലാം നടക്കുന്നത് ഇവിടെയാണ്. അതിനുമപ്പുറം സ്വർണ്ണക്കൊടിമരം, പിന്നെ ബലിക്കല്ലും ബലിക്കൽപുരയും. നരനായി ജനിച്ചു നരകവാരിധിയിൽ പതിച്ചു ഹരശംഭോ കരകേറ്റേണം. ബലിക്കൽപുരയ്ക്ക് മുകളിൽ ബ്രഹ്മാവിനെയും അഷ്ടദിക്പാലകരുടെയും രൂപം കൊത്തിയിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരത്തിന് ഒരു ആനവാതിൽ കൂടുതലായുണ്ട്. വൈക്കത്തഷ്ടമി നാളിൽ ഉദയനാപുരം ക്ഷേത്രത്തിൽ നിന്ന് സുബ്രഹ്മണ്യസ്വാമി പിതാവായ മഹാദേവനെ കാണാൻ എത്തുന്ന വഴിയാണ് ഇത്. നമഃശിവായ ജപിച്ചു നാഗത്തളകൾ മിന്നും തൃക്കാൽക്കൽ ഞാനുമൊരു തരി ഭസ്മമായി ചേർന്നലിയേണം. സാധാരണയിലും വലിപ്പമുള്ളതും അണ്ഡാകൃതിയിലുള്ളതുമാണ് ശ്രീകോവിൽ. കരിങ്കലിൽ തീർത്ത ഈ ശ്രീകോവിലിന്റെ ശില്പി പെരുന്തച്ചനാണ് എന്നും ഒരു വിശ്വാസമുണ്ട്. പിന്നീട് വടക്കുംകൂർ രാജവംശത്തിന്റെ കാലത്ത് ഇത് പുനർനിർമ്മിക്കുകയുണ്ടായി. ചെമ്പുമേഞ്ഞ ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണ താഴികക്കുടം. ശ്രീകോവിലേക്ക് കടക്കാൻ 6 പടികളാണ്. പടി 6ഉം കടന്നവിടെ ചെല്ലുമ്പോൾ ഏതാണ്ട് 6 അടിയോളം പൊക്കമുള്ള ശിവലിംഗമാണ് പ്രതിഷ്ഠ. ശാന്തസ്വരൂപത്തിലാണ് ശിവൻ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീകോവിൽ ചുമരിൽ മനോഹരമായ ചുവർ ചിത്രങ്ങൾ കാണാം. രാവിലെ ദക്ഷിണാമൂർത്തി, ഉച്ചയ്ക്ക് കിരാതമൂർത്തി, വൈകുന്നേരം ഗൃഹസ്ഥനായ പരമശിവൻ എന്നീ ഭാവങ്ങളിലാണ് ഇവിടെ മഹാദേവൻ കുടികൊള്ളുന്നത്. ഉത്സവത്തിന്റെ 12ാം നാൾ അഷ്ടമി വരുന്ന തരത്തിൽ 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വൈക്കത്തഷ്ടമി ഉത്സവം.
രോഹിണി ദിവസം സന്ധ്യയ്ക്ക് കൂടിപൂജ എന്ന ചടങ്ങാണ്. സകല ദുഃഖ നിവാരകവും സകല ഐശ്വര്യപ്രദായകവുമാണ് അഷ്ടമി ദിനത്തിലെ ക്ഷേത്ര ദർശനം എന്നാണ് വിശ്വാസം. നിരവധി ആഘോഷ പരിപാടികളോടുകൂടി നടക്കുന്ന ഒരു ഉത്സവമാണിത്. അഷ്ടമിക്ക് വടക്ക് ഗോപുരനട തുറക്കും. അതിലൂടെ സുബ്രഹ്മണ്യൻ എഴുന്നള്ളിയാൽ വലിയ കാണിക്കയാണ്. ഒടുവിൽ കൂടിപ്പിരിയലോടെ ആഘോഷങ്ങളുടെ പ്രധാന ചടങ്ങുകൾ അവസാനിക്കുകയായി. പുഷ്പസമുദ്രത്തിലാറാടിയുണരുമാ പുണ്യസ്വരൂപന്റെ നിർമാല്യം. പ്രസിദ്ധ സംഗീതജ്ഞനും വൈക്കം ക്ഷേത്രത്തിലെ നിത്യസന്ദർശകനുമായിരുന്ന ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അനുസ്മരണാർത്ഥം ദക്ഷിണാമൂർത്തി സംഗീതോത്സവം ഇവിടെ നടത്തപ്പെടുന്നു. ഭക്തിയോടെന്നും തൊഴുതാലെന്തിനും മുക്തിക്കു മറ്റൊരു ഹാലാസ്യം. നരകത്തിൽ നിന്നും കരകേറ്റിയിടണേ തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന് മലയാളികൾ ആകമാനം വിളിച്ചു പ്രാർത്ഥിക്കുന്ന വൈക്കത്തപ്പന്റെ മഹോത്സവമായ വൈക്കത്തഷ്ടമിയെ നമുക്കും ഭക്തിപൂർവം എതിരേൽക്കാം. ശംഭോ ശങ്കര ഗൗരിപദേ സാംബ സദാശിവ ഗൗരിപദേ ശംഭോ ശങ്കര ഗൗരിപദേ സാംബ സദാശിവ ഗൗരിപദേ. അലസത അപകടകരമായ ഒരവസ്ഥയാണ്. സ്വന്തം കർമ്മശേഷിയെ അത് നശിപ്പിക്കുന്നു. ഉയർന്ന സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. അതിനെല്ലാം ഉപരി അനാവശ്യമായ ചിന്തകളാൽ മനസ്സിനെ മലിനമാക്കുന്നു. അതിനാൽ എപ്പോഴും കർമ്മനിരതരായിരിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി. സന്ധ്യാ